എന്തിന്? ശരി, വാ, അകത്ത് കയറി നമുക്ക് പതുക്കെ സംസാരിക്കാം. പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് പോവാം. വാ, ബാഗ് എടുക്കണമല്ലേ? ഇത്രയും ബാഗുള്ളോ വീട്ടിൽ? അതെ, ഞാൻ ചാടിപ്പോയി ബാഗ് അപ്പുറത്തായി പോയി. ഞാൻ നാളെ എടുക്കാം. വാ, നാളെ മതി. ചെരിപ്പെന്തിനോ വരണേ? എന്താ അമ്പലോ? കേറി പാടി. Wow, nice bedroom. ഇതാണല്ലേ ഇപ്പൊ നമ്മുടെ ബെഡ്റൂം? എനിക്കിതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോടാ. എന്താ തിരിക്കണത്? എന്താടി കിണിച്ചോണ്ടിരിക്കണത്? അല്ല, എന്താ പാലൊക്കെയായിട്ട്? എന്ത്? അതെ, അമ്മ പാല് കൊണ്ടുവന്നതാ. അമ്മ എല്ലാ ദിവസവും പാൽ എനിക്ക് കൊണ്ടുതരാറുണ്ട്. പാല് കുടിച്ചാലേ എനിക്ക് ഉറക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാ കേട്ടെ. അതായിരുന്നു ഞാൻ വിചാരിച്ച് നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് ചേട്ടൻ പാലും കൊണ്ടുവന്നെയാണെന്ന്. അയ്യേ, ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പറ്റിയ സാധനം ഇനി ഇവിടെ നിന്ന് നമ്മൾ രണ്ടൊരു ലാസ്റ്റ് നൈറ്റ് ആയിരിക്കും. അതറിയോ? നിനക്ക് ഞാൻ 15 മിനിറ്റ് സമയം തരും, പോട്ടെ, അരമണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ഇവിടെ നീ പൊക്കോളണം. നാളെ നിന്റെ കല്യാണമാണ്. എത്ര മണിക്കൂർ എന്നാലും ഞാൻ പോവില്ല. ആരാടാ അത് ഈ രാത്രി നിന്നെ വിളിക്കാനായിട്ട്? അതാരായിക്കോട്ടെ, നിനക്കെന്താ? ഓ, ബേബി. ആരാടാ നിന്റെ ബേബി? പ്രേമിക്കുന്ന സമയത്തെ എൻ്റെ പേര് നീ എങ്ങനെയായിരുന്നു സേവ് ചെയ്തിട്ടിരുന്നത്? മറ്റേ ബേബി. പറയടാ, എന്തായിരുന്നു നീ സേവ് ചെയ്തിട്ടിരുന്നത്? നീ പറ. എനിക്കൊന്നും ഓർമ്മയില്ല. സ്പാർക്ക് തന്നെ അങ്ങനെ എന്താണ്ടായിരുന്നു. എടി പോർക്കേ, സ്പാർക്ക് അടിച്ചിട്ട് നോ സ്പാർക്കായിട്ട് പോയവളല്ലേ നീ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം. ഓഹോ, അപ്പൊ നീ ഞാൻ പോകാൻ കാത്തിരിക്കുവായിരുന്നല്ലേ? അതേടി, അതെ. എനിക്ക് സ്പാർക്കില്ലാന്നും പറഞ്ഞ് നീ പോയിട്ട് എത്ര നാളായിന്നറിയാമോ? 1 വർഷവും 7 മാസവും. ഞാൻ നിന്റെ പുറകെ എത്ര നാളെ നടന്നതെന്നറിയാമോ? 2 വർഷം. ആ 2 വർഷം ഞാൻ വല്ല ബിസിനസ് ചെയ്താലും ഞാൻ ലുലു മാള് പോലെ വലിയ ഒരു മാള് പെടുന്നേനെ. യൂസഫല്ലേ ഞാൻ വെട്ടിച്ചേനെ. എന്നിട്ട് അവളിപ്പോൾ സ്പാർക്കും ചോദിച്ചിട്ട് വന്നേക്കാണ്. ബ്ലഡി ഫുൾ. ആ ശരിയാ, ഏറുമടത്തിലായിരിക്കുന്നേ ഉള്ളൂ മാള് പണിയാൻ പോകുന്നത്. വേണ്ട, നിർത്തിക്കോ നീ.